നമുക്ക് നോക്കാം. suffix letter or group of letter added to the end of the word to form a new word or change its grammatical function. അതായത് ഇത് വന്നിട്ട് ലെറ്ററോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ലെറ്ററോ ഗ്രൂപ്പ് ഓഫ് ലെറ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് വന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് ചില ലെറ്ററൊക്കെ ആഡ് ചെയ്യാം. ലെറ്ററോ ചെറിയ വേർഡ്സൊക്കെ, അപ്പോൾ നമുക്കത് വേറെ ഒരു വേർഡായിട്ട് മാറും. അപ്പോൾ അതിനെയാണ് നമ്മൾ സുഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാമറ്റിക്കലും ഫങ്ഷൻസും ഒക്കെ മാറും. ഓക്കെ, സോ അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റ് എ ന്യൂ വേർഡ്സ്, അതായത് പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ചേഞ്ച് വേർഡ് മീനിങ്, മീനിങ് വേർഡ്സിൻ്റെയൊക്കെ മീനിങ് മാറും. നമുക്ക് ഓർണസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മീനിങ് തന്നെ മാറുമല്ലോ. ഇൻഡിക്കേറ്റ് വേർഡ് ഫങ്ഷൻ, ഇതിൻ്റെ ഫങ്ഷനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യും. അതായത് നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡായിട്ട് വരും. ഷോ വേർഡ്സ് ടെൻസ് ഓർ ആക്സെപ്റ്റ്, അത് വന്നിട്ട് ടെൻസ് ഒക്കെ കാണിക്കും നമുക്കതിൽ. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓബിയസ്ലി അത് ടെൻസ് ആയിട്ട് മാറും. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വരും. പിന്നെ ടൈപ്പ് ഓഫ് സുഫിക്സ് നോക്കാം. ഡിറേഷണൽ സുഫിക്സ് എന്ന് വെച്ചാൽ ചേഞ്ച് എ വേർഡ് മീനിങ് ഓഫ് ഫങ്ഷൻ, അതിൻ്റെ മീനിങ്ങും വേർഡും ഒക്കെ മാറ്റുന്നത്. പിന്നെ വന്നിട്ട് എക്സാമ്പിൾ വന്നിട്ട് ഫുൾ, ലെസ്, നിസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലാസ്റ്റിൽ വരുമ്പോഴത്തേക്കും മീനിങ് ഫുൾ അങ്ങനെയൊക്കെ വരത്തില്ല. ലെസ് ആണെങ്കിൽ മീനിങ് ലെസ്, മീനിങ്നെസ് അങ്ങനെയൊക്കെ വരുന്ന വേർഡ്സാണ്. ഓക്കെ, ഇത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലക്ഷണൽ സുഫിക്സ് ഇൻഡിക്കേറ്റ് ഗ്രാമമാറ്റിക്കൽ ഫ്യൂച്ചേഴ്സ്, അതായത് എസ്, ഇ ഡി, ഐ എൻ ജി ഇങ്ങനത്തെയൊക്കെ വേർഡ്സൊക്കെ വരുന്നതെന്നാണ് നമ്മളിത് വരുന്നത്. ലാസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ചിലതിൽ എസ് വരും, സുഫിക്സ് എന്നിട്ട് നമ്മൾ എസ്സും കൂടി ആഡ് ചെയ്യും. പിന്നെ ഇ ഡി വരുന്ന വേർഡ്സും ഉണ്ട്. വെൻറ്റ് ആൻഡ് നമ്മൾ ഇ ഡി വെച്ചിട്ടുള്ള ഒത്തിരി സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അത് വരും. ഐ എൻ ജി വരും, നമുക്ക് കമ്മിങ്, ഗോയിങ്, ലാസ്റ്റിൽ കം, ഗോ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഐ എൻ ജിയും കൂടി വരും. അപ്പോൾ അത് ലാസ്റ്റിൽ. പിന്നെ ഇ ഡി വന്നിട്ട് എക്സ്പ്രസ്ഡ് ആൻഡ് ഇ ഡി വരും. അങ്ങനെയൊക്കെ ഒത്തിരി വേർഡ്സ് ഉണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.